ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന റെസിപ്പിയാണ് ഫിഷ് നിർവാണ. ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾക്ക് ഏതുതരം മീനുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനാവശ്യമായ ചേരുവകൾ: പച്ചമാങ്ങ ചെറിയ കഷ്ണം നീളത്തിലരിഞ്ഞത്, ചെറിയ ഉള്ളി 3-4 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് എരിവിനനുസരിച്ച്, ഞാൻ ഇവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്, കറിവേപ്പില 2 തണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 2 അല്ലി ചെറുതായി അരിഞ്ഞത്. ഇതിനായി നമ്മൾക്ക് ഫിഷ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചേരുവകൾ ആണ് ഇതിന് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ചേരുവകൾ പ്രത്യേകം എടുത്തു പറയുന്നില്ല. ഷാലോ ഫ്രൈ ഒന്നാകട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അടുത്തതായിട്ട് ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച ശേഷം ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ തൂവിക്കൊടുക്കുക. അതിൽ 2 വാഴയില വെച്ചതിന് ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്ത മീനുകളുണ്ടല്ലോ, അതെടുത്ത് പുറത്തായി എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഇഞ്ചി, മാങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം ഇടുക അതിൻ്റെ പുറത്തോട്ട്. എന്നിട്ട് ഗ്യാസ് എപ്പോഴും നമ്മൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചേ വെക്കാവുള്ളൂ, ഗ്യാസ് അടുപ്പ്. ഇതിന് ശേഷം ഒരു മുറി തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യാനുസരണം നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. നല്ലോണം തിള വന്ന് ആ മാങ്ങയും ആ സവോളയും എല്ലാം ആ മീനിലോട്ട് പിടിക്കും. അല്ലെങ്കിൽ മൺചട്ടിയിൽ വെക്കുന്ന കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. നല്ലോണം തിളയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിക്കണം ഇതിൻ്റെ അകത്തോട്ട്. വേറെ മുളക് പൊടി അങ്ങനെ ഐറ്റംസ് ഒന്നും വേറെ നമ്മൾ ഇടുന്നില്ല. കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. തിള വരുന്നുണ്ടോ കണ്ടോ? ഒരുപാട് തീ കൂട്ടി വെച്ച് അത് ഇതാവണ്ട, ചട്ടിയല്ലേ, കരിയും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 1-ാം പാലില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂകിയിട്ട് കറി അങ്ങ് വാങ്ങി വെക്കാം. ഇപ്പോൾ നമ്മളുടെ ഫിഷ് നിർവാണ തയ്യാറായിരിക്കുക. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം.
പിന്നെ നമ്മൾ മീനാണെങ്കിൽ ശാലോ ഫ്രൈ ആക്കുമല്ലോ, അതിൽ ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത് ലേശം തേച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ശാലോ ഫ്രൈ ചെയ്യുന്നത്. അത് പിന്നെ എടുത്ത് പറയാഞ്ഞതാണ് ഞാൻ. ഇനി പുതിയൊരു ഡിഷുമായിട്ട് വരുന്നവരെ കാത്തിരിക്കുക എല്ലാവരും. താങ്ക് യു.